ചേട്ടാ ഈ അല്ല ഇതിനെ വണ്ണം കുറയ്ക്കാനുള്ള പരിപാടിയാണോ? അതെ അതെ, പക്ഷേ ഏത് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ വലിയ സംശയമാണ്. ചിലർ പറയുന്നു വെള്ളം കുടിച്ചാൽ വണ്ണം കുറയും, ചിലർ പറയുന്നു നാരങ്ങ നീര് കുടിച്ചാൽ വണ്ണം കുറയും. അപ്പോൾ ഏത് സെലക്ട് ചെയ്യും? ഈ കണ്ട ഡയറ്റ് പ്ലാനൊക്കെ പരീക്ഷിച്ചിട്ട് നല്ല 8ന്റെ പണി കിട്ടിയ ആളാണ് ഞാൻ. അതെന്താ സംഭവം? അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പലതും നമ്മൾ സെർച്ച് ചെയ്ത് ഏറ്റവും കൂടുതൽ നല്ലത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ്. ഏറ്റവും കൂടുതൽ വണ്ണം കുറയ്ക്കാൻ എളുപ്പത്തിൽ സഹായിക്കുന്നു എന്നുള്ള കാര്യം അവസാനം എനിക്കൊരു വീഡിയോ ഒന്ന് കിട്ടി. പക്ഷെ മറ്റൊരു വീഡിയോയിൽ പറയുന്നു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് കൊള്ളത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അവസാനം ഞാൻ ഇത് തീരുമാനിച്ചു, പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാം എന്നങ്ങ് തീരുമാനിച്ചു. അങ്ങനെ എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കാൻ പട്ടിണി കിടന്നു. അവസാനം അൾസറും വന്നു, 8ന്റെ പണിയും കിട്ടി. എത്ര നാൾ പട്ടിണി കിടന്നത്? അത് ഒരു 1-2 മാസമൊക്കെ ഞാൻ പട്ടിണി കിടന്നു. കോളേജ് പഠിക്കുന്ന സമയത്തോ അതോ? കോളേജ് കഴിഞ്ഞ് PG ഡിപ്ലോമ പഠിക്കുന്ന സമയങ്ങളിലൊക്കെയാണ് ഞാൻ ഈ പട്ടിണി കിടന്നത്. എന്നിട്ട് ഈ വിശക്കുമ്പോഴൊക്കെ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് പഠിപ്പിക്കും, സാരമില്ല വണ്ണം കുറയാനല്ലേ എന്ന് പറഞ്ഞ് എന്നെ തന്നെ പറഞ്ഞ് അങ്ങനെ കൺട്രോൾ ചെയ്യും. എത്ര വിശന്നാലും ഞാൻ കഴിക്കില്ല. വണ്ണം കുറയാന്നുള്ള മോട്ടീവ് വരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ മാക്സിമം കഴിക്കാതിരിക്കാൻ നോക്കുമായിരുന്നു. എന്താ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു? ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ഒന്നുമില്ലായിരുന്നു. എൻ്റെ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വണ്ണവും പൊക്കവും ഒക്കെ ഉള്ള ആളാണ് ഞാൻ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ കൂടെയുള്ള ആളുകൾ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആ സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ബോഡി ഷെയിം ചെയ്യുമായിരുന്നു. ഈ വണ്ണം കൂടുതലാണ്, പലപ്പോഴും വീപ്പ് കുറ്റി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയവർ വരെയുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വണ്ണം കുറയ്ക്കണം, അങ്ങനെ ബോഡി ഷെയ്മിങ് ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം പുറത്തു പോയാൽ തന്നെയാണല്ലോ മെലിഞ്ഞ കുട്ടികളെ കാണുമ്പോഴത്തേക്കിനും അതുപോലെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഇതുപോലെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള തോന്നലൊക്കെ പിന്നീട് വരാനായിട്ട് തുടങ്ങി. ഇപ്പൊ പിന്നെ ഒരു ഡ്രസ്സ് എടുത്തിടുവാണെങ്കിൽ പോലും ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നതാണോ എന്നതിലപ്പുറം ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് എന്താന്ന് വെച്ചാൽ എനിക്കിതിട്ടാൽ വണ്ണം അറിയുമോ എന്നുള്ളതായിരുന്നു. എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു അത്ര വലിയ തടിയുള്ള ആളല്ല ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എവിടെയൊക്കെയോ എനിക്ക് ഈ ബോഡി ഷെയ്മിങ് കാരണം അത്ര വലിയ തടിയുള്ള ആളാണ് ഞാൻ എന്നുള്ളൊരു തോന്നൽ എനിക്ക് പിന്നീട് ഉണ്ടായി. കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ തന്നെയാണല്ലോ എനിക്ക് എന്നെ കാണുന്നത് ഭയങ്കര തടിയുള്ള ഒരാളായിട്ടാണ്. അപ്പം 1-2 സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല, നിനക്ക് ഒത്ത തടിയാണ്, പ്രായത്തിനൊത്ത തടിയാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആവുന്നത് ആ പറഞ്ഞ കാര്യമാണ്, നിനക്ക് ഓവർ തടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വണ്ണം കുറയ്ക്കണം, 0 സൈസ് ആകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശരിക്കും പട്ടിണി കിടന്നത്. ഈ ആൾക്കാരൊക്കെ ഇതുകൊണ്ടായിരിക്കും, ബോഡി ഷേമിംഗ് കൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെലിയണമെന്നൊരു ചിന്ത ഉണ്ടാവുന്നില്ലേ? ഈ ബോഡി ഷേമിംഗ് ഒക്കെ തന്നെ നിർത്തിയാൽ തന്നെ ഒരു പരിധി വരെ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇതൊക്കെ ആണെങ്കിലും അതൊക്കെ കുറയും. ആരോഗ്യ പ്രശ്നങ്ങൾ ഏതുമില്ലെങ്കിലും പലരും വണ്ണം കുറയ്ക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന്റെ ഒരു ഘടകം ബോഡി ഷേമിംഗ് ആണെന്ന് സ്നേഹയുടെ അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നു. നിഖിൽ ജോസഫിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.